ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് അനൂസ് ചാനൽ. അപ്പം ഞങ്ങൾ ദീദീനെ ഞങ്ങൾ ഉറക്കിട്ടോ ഗൈസ്. ദീദി ഇപ്പം നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾക്ക് ഉറങ്ങാനൊന്നും പറ്റൂല കേട്ടോ ഗൈസ്. ഞങ്ങൾ ഉറങ്ങൂല. ഞങ്ങൾ ഉറങ്ങാത്ത സമരത്തിലാണ് അല്ലേ? ഉറങ്ങാത്ത സമരത്തിലല്ലയോ? നമ്മൾ പിന്നെ ക്യാമറ ഓണാക്കിയാൽ പിന്നെ ഫുൾ വൈബാണ്. ഞങ്ങൾ പിന്നെ തോണ്ടാനിങ്ങനെ വരും. ക്യാമറയിലിങ്ങനെ തോണ്ട. പിന്നെ എന്താണ് വിശേഷം? നമ്മൾ ഉറങ്ങാത്ത കുസൃതി കളികളൊക്കെ കാണാം അല്ലേ? അപ്പം നമ്മൾ ഇപ്പോൾ ഉച്ചക്കായിട്ട് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ അവസ്ഥ ഇതാണ് കേട്ടോ ഗൈസ്. ഇന്ന് എനിക്കൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നൂസിന് ചെറുതായിട്ട് ചൂടുകുരുവിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടത് കാണിച്ചെടുത്ത് അന്നൂസേ കാണിച്ചെടുക്കി ഇവിടെ എന്താ. അപ്പോൾ അത് ഇവിടെ തലയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി വന്നപ്പോഴത്തേന് നമ്മൾ അയിനു ബേബീൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞു കേട്ടോ ഗൈസ്. അപ്പം പിന്നെ ഓള് പിന്നെ ഉറങ്ങിയില്ല. പിന്നെ അന്നു ബേബിയും അതന്നെ കുറച്ചൊരു പൂച്ചോർക്കൊക്കെ ഉറങ്ങി എഴുന്നേറ്റ്. അപ്പം ഇന്നത്തെ ദിവസം ഫുൾ ഒരു എന്താ പറയുക ശോകമായിരുന്നു ഗൈസ്. ഇവർ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ഇന്ന് വാശി ചെയ്യുമ്പോഴത്തൊന്നുമില്ല കേട്ടോ. ഫുഡൊക്കെ പിന്നെ ഉമ്മ ഉണ്ടാക്കി. പിന്നെ ജസ്റ്റ് ക്ലീനൊക്കെ ചെയ്ത് ഫുൾ അലബായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഉറക്കം മിസ്സായതുകൊണ്ട് ഇപ്പോഴും ഒരു പണിയെടുത്തിട്ട് ഉറങ്ങുന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും അപ്പം ഇന്ന് നമ്മൾ ഉച്ചൻ്റെ ശേഷത്തെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. കമോൺ എന്താണ് എലി? അല്ലല്ല പഠിച്ചോനെ. ദീദിൻ്റെ മേത്തല്ലേ കിടക്കലേ. ഇവിടെ കിടന്നാനി. അല്ലല്ല പശോനെ. കണ്ണു കുട്ടിക്കളി ഒന്ന് ഉങ്ങിക്കളി. എൻ്റെ ബേബിൻ്റെ പല്ലുണ്ടോ ഗൈസ്? നിങ്ങൾ വലിയ പല്ലുകളാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. ചോട്ടില്ല അവളെ മേത്തിരുന്ന്. അന്നു ബേബിക്കും വന്നിക്കണത് വലിയ പല്ലുകൾ തന്നെയാണ് കേട്ടോ. അന്നു ബേബിയെ നിങ്ങൾ ഉറങ്ങുവോ? ഇപ്പോൾ രണ്ടാൾ ഭയങ്കര അടിയാണ് കേട്ടോ അല്ലേ? ഇവളെ കാട്ടലുണ്ടാ? അതിനുമോളെ കാട്ടലുണ്ടാ? അല്ലല്ല പഠിച്ചോന് കഴിഞ്ഞാ? അല്ലല്ല പഠിച്ചോനെ. അതന്നെ അല്ലല്ല പഠിച്ചോനെ. അപ്പോൾ ഗൈസ് ഒരുപാട് സമയത്തിന് ശേഷം ബേബീസൊക്കെ ഉറങ്ങിയിട്ടോ. അപ്പോൾ ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഉറങ്ങിയപ്പോൾ. അപ്പോൾ ഏതായാലും ഇപ്പോൾ സമയം ഒരു 4:30-5 മണിയൊക്കെ ആവാറായി. 4:45. ഇപ്പോൾ എലക്ഷൻ്റെതായതുകൊണ്ട് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഉറങ്ങി എന്നേക്കിന് മുമ്പ് എനിക്ക് അവരുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അത് വാങ്ങിക്കാൻ വിചാരിച്ച് നിൽക്കാം കേട്ടോ. മക്കൾ ഉറങ്ങുകയാണ്. അപ്പോൾ അവർ എണ്ണീക്ക് മുമ്പ് പോകണം. അപ്പോൾ ഉമ്മ നിസ്കരിക്കണം. അപ്പോൾ ഉമ്മനോട് പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കട്ടോ. അപ്പോൾ ഏതായാലും പോയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കോംബോ പാക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ടെഡിയുടെ ഒരു പാക്ക് വാങ്ങിച്ചു കേട്ടോ. പിന്നെ അസിമോക്ക് മദ്രസയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പൗച്ചും വാങ്ങിച്ചു. അപ്പോൾ എല്ലാ പൗച്ചും ഭയങ്കര പൊടിയൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനാകുമ്പോഴത്തേനൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോക്ക് പൊതിയാൻ വേണ്ടിയിട്ട് ഒരു പൊതിയും പിന്നെ പമ്പേഴ്സും പൗച്ചും വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയിട്ടോ. അപ്പം പമ്പേഴ്സ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കാറാണുള്ളത്. പക്ഷെ ഇത്തവണ തീരെ കഴിഞ്ഞ് പോയിട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മൾ അതിനു ബേബി എഴുന്നേറ്റിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ ഒരു ഹാങ് ഓവറിൽ. അപ്പോൾ അസിമോളും അന്നുമോളും ഒന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ചില സമയത്ത് ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കരഞ്ഞാൽ ലമ്പാക്കിയിട്ട് അങ്ങനെ എല്ലാവരും ഒന്നിച്ച് എഴുന്നേൽക്കട്ടോ ചെയ്യാറ്. പക്ഷേ അതിനു ബേബി ഇങ്ങനെ എന്തോ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ അന്നു ബേബി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ടെഡി ഞാനിതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമില്ലാത്ത കേട്ടോ. അപ്പോൾ ഞാനിതിൽ 42 പാൻസാണ് കേട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇത് വാങ്ങിച്ചു. ഇനിയിപ്പോൾ ഓൺലൈനിൽ വരുത്തണം കേട്ടോ. അപ്പോഴത്തേക്കൊക്കെ ഇത് തീരും.
അപ്പോൾ ഇതാ അതിന് ബേബി അസിമോളെ പൗച്ചൊക്കെ എടുത്തിട്ട് ഭയങ്കര കളിയിലായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തരുന്നില്ല കേട്ടാൾ. അത് എന്നെ ഇങ്ങനെ വെച്ച് കളിപ്പിക്കട്ടെ. ദീദിൻ്റെ പൗച്ച് കൊണ്ടാ അതാ ഇങ്ങക്ക് വാങ്ങിയതല്ലല്ലോ, ദീദിക്ക് വാങ്ങിയതാണല്ല. ഇവിടെ ദീദിൻ്റെ ബുക്കൊക്കെ പൊതിയാൻ തുടങ്ങിയിരിക്കുന്നു ഒരാൾ. പൗച്ചൊക്കെ ഉപയോഗിച്ച് അവളിട്ട് ഇപ്പം അടുത്തത് ബുക്ക് പൊതിയുന്ന പരിപാടിയിലാണ്. പൊതിഞ്ഞ കഴിഞ്ഞാ അതിനോ അതിനോ ഓ അപ്പോൾ ഗൈസ് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടോ ഗൈസ്. ഒന്ന് ചൂടാക്കിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ മക്കൾക്ക് മുട്ട പൊയിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, അന്നൂനും അതിനൂനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഞാനിപ്പോൾ എഗ്ഗിൻ്റെ വൈറ്റും യോക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അവർക്ക് 1 ഇയർ കഴിഞ്ഞതുകൊണ്ട് തന്നെ അതൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബേബീസിനൊക്കെ എഗ്ഗിൻ്റെ വൈറ്റും യോക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളത് കൊടുക്കട്ടെ കേട്ടോ. ഞാനവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ കൊടുക്കാം അല്ലേ അല്ലേ അന്നൂടെ എനിക്കെന്ത് പണി, എനിക്കെന്ത് പരിപാടി? അല്ല മിച്ചി മുട്ട ഇട്ടുണ്ടിട്ടാ, കോഴി മുട്ട ഇത്തിക്കാണ്ട് വീടിട്ടോ. അപ്പോൾ എന്നെ ബേബി ഇവിടെ എത്തി. അപ്പോൾ ഞാൻ മുട്ടൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് 2 മത്സരം വെച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. വരുന്ന കണ്ടാൽ വിചാരിക്കും ഇതൊക്കെ പെട്ടെന്ന് കാലിയാക്കും എന്നിട്ട് 2-3 വായൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തുറന്ന് തരും കേട്ടോ. പിന്നെ ആൾക്കാർ അലമ്പാക്കിയിട്ട് താഴെ ഒന്നാകെ മേലും ഒക്കെ നന്നായിട്ട് നാശാക്കും, കഴിക്കലിട്ടില്ലേ എന്നിട്ട്. എന്നാലും ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കൊടുത്തു നോക്കും കേട്ടോ, കഴിക്കണേന്ന് കടിക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇതാ അന്നു ബേബി ഫസ്റ്റ് കൊടുത്തത് തന്നെ താഴെ കളഞ്ഞിട്ടോ. അപ്പോൾ എന്തായാലും ചില സമയത്ത് പെട്ടെന്ന് കഴിക്കും, നല്ല വിശന്നിരിക്കുകയാണെങ്കിലൊക്കെ കേട്ടോ, ചിലപ്പോൾ കഴിക്കൂല, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇത് കൊടുക്കുന്നത് നല്ലതാണ്, ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 വയസ്സാവാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ എഗ്ഗിൻ്റെ യെല്ലോ കളർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. വൈറ്റ് പോർഷന് 1 ഇയർ കഴിഞ്ഞിട്ടുള്ള ബേബീസിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ കേട്ടോ എന്നോട്. എനിക്കറിയില്ല, ഡോക്ടർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ അവർക്ക് എഗ്ഗിൻ്റെ വൈറ്റൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും അതിലേക്ക് ഞാൻ ചായ, മധുരം ഷുഗറൊന്നും ആഡ് ചെയ്യാത്ത ചായ ആയിട്ട് കൊടുക്കുന്നവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ശീലിക്കുകയാണെങ്കിൽ അങ്ങനെ ശീലിച്ചോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. പഞ്ചസാര അത്ര നല്ലതൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവർക്ക് ഇതൊക്കെ കൊടുത്തിട്ടൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ അവർക്ക് എഗ്ഗൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ ഭയങ്കര അടി തുടങ്ങിയിരിക്കണം, എൻ്റെ ബുക്ക് പൊതിഞ്ഞ് തരുമോ, എൻ്റെ ബുക്ക് പൊതിഞ്ഞ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പം ഞാൻ അത് പൊതിഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം എനിക്ക് ഈ പൊതി ഇഷ്ടമായിട്ടില്ലേനു, പിന്നെ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇത് വാങ്ങിച്ച് വന്നതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ 2 ലെയറാക്കിയിട്ടൊക്കെ കേട്ടോ പൊതിഞ്ഞ് കൊടുത്തത്, കാരണം ഇത് പെട്ടെന്ന് കീറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ദീദിൻ്റെ സ്ലേറ്റൊക്കെ എടുത്തിട്ട് 2 പേരും ഇവിടെ വായനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്രശ്നം, ബുക്കും പെൻസിലും ഒക്കെ എടുത്തു വെച്ചാൽ ആദ്യം ഇവർക്ക് കിട്ടണം. അപ്പം അതിനുള്ള അലമ്പും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ അസിമോളെ ബുക്കൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് ബേബി ഒരു തലയിലും അന്നു ബേബി ഒരു തലയിലൊക്കെ നിന്നിട്ട് ബുക്കും ബാഗും പെൻസിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അസിമോളെ പഠിത്തവും കാര്യങ്ങളൊക്കെ കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ
അവൾ മുഴുവൻ ഉഴപ്പൽ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ബേബീസിനെയും കൊണ്ടായതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ ശ്രദ്ധിക്കാനൊന്നും എനിക്ക് പറ്റാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പേപ്പറും കാര്യങ്ങളൊക്കെ വെട്ടലും ഇതാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം അവളിങ്ങനെ പഠിപ്പിച്ചൊക്കെ കൊടുത്തു ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവർ കുറച്ച് സമയം ഇങ്ങനെ കളിച്ചൊക്കെ തുടങ്ങി. പിന്നെ അതിനിടയിൽ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം സമയം 9:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെ ഫ്രഷ് ചെയ്ത് അവരൊക്കെ ഉറക്കി കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് എനിക്ക് എടുത്തത് അസിമോളാണ് കേട്ടോ. അപ്പോൾ അവരുറക്കുന്ന സീനാണ് കേട്ടത്. അപ്പോൾ കുറേ സമയം ആട്ടി എന്നിട്ട് തൊട്ടിലേക്ക് നോക്കുമ്പോൾ ഒരാളിങ്ങനെ ചിരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഉറക്കട്ടെ. ഏകദേശം 11:30 മണിയായിട്ടു ഗൈസ്. അപ്പോൾ ബേബീസൊക്കെ ഉറങ്ങി. അപ്പോൾ അവരൊക്കെ ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ഫുഡ് അയച്ചു, കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ചെയ്ത് അവർക്ക് ഫുഡ് കൊടുക്കുന്നതൊന്നും എനിക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് ഫോണിൽ ചാർജൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ 3 ഫ്രഷ് ഒക്കെ ആക്കിയിട്ട് ഓരൊക്കെ ഉറക്കിട്ടോ. അപ്പോൾ അസിമോൾക്ക് നാളെ മദ്രസ ഉണ്ട്. അപ്പോൾ അവളും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഉണർന്നു. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻ ഓഫ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ആളറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൾ ഉറക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പം നമ്മൾ കാണിച്ചു തന്നത്. അപ്പോൾ എന്തായാലും എന്നും ഒരേപോലെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആൾ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.